ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബ്രദർ ജോസ് പി ജോസഫ്, നിഷ, കെവിൻ ആൻഡ് കിരൺ, ടൊറന്റോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവിൻ ദൈവമേ, ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടിയങ്ങൾ ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവെ, COVID-19 എന്ന മഹാമാരിയിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ തക്കതിനോണം കർത്താവെ, ഇതിന് പ്രതിരോധവും പ്രതിവിധിയും അങ്ങ് നൽകിയേ മതിയാകും. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സങ്കടത്തോടെ കടന്നു വരികയാണ്. ഓരോ ദിവസവും കർത്താവെ, ആയിരങ്ങൾ ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ, അനേകായിരങ്ങൾ ദിവസവും രോഗബാധിതരായി തീരുമ്പോൾ, യഹോവയെ അങ്ങേക്ക് മാത്രമേ നിയന്ത്രിക്കുവാനോ നിർത്തുവാനോ കഴിയുകയുള്ളൂ. അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. ശീഘ്രത്തിൽ അങ്ങ് പ്രവർത്തിക്കുകയും കർത്താവിനെ അറുതി വരുത്തുവാൻ തക്കവണ്ണം പ്രസാദിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് ഒരു പ്രതിരോധം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ കർത്താവെ. ഇതിനുള്ള പ്രതിവിധി അങ്ങ് തന്നെ കൽപ്പിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കൂടാരങ്ങളെ നീ സൂക്ഷിച്ചോളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനങ്ങളിൽ നീ കാവൽക്കാരനായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു വിധത്തിലുള്ള പകർച്ചവ്യാധിയും അവരെ തൊടുവാനിടയാകാതെ വണ്ണം അവരെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ ഉള്ളം കയ്യിൽ സൂക്ഷിച്ച് പരിപാലിക്കണമേ. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേടയിലും വേഴാങ്ങലെ കൊണ്ട് സൂക്ഷ്മമായിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. അവിടുത്തെ തിരുനാമം മോത്തപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങളുടെ സകല വഴികളിലും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശു അത്ര അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ COVID-19 എന്ന മഹാമാരിയാൽ ലക്ഷങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 66 ലക്ഷത്തിലുപരിയായിട്ടുള്ള ജനങ്ങൾക്ക് ഈ മഹാരോഗം പിടിപെട്ടിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും മനുഷ്യൻ ഇതിന് പല കാരണങ്ങളും കണ്ടുപിടിക്കുവാൻ തക്കതിനോണം ശ്രമിക്കുന്നുണ്ട്. ആത്മീയമായി നാം ഇതിനെ വിവേചിക്കുമ്പോൾ നമുക്ക് ഇതിന് പരിഹാരം കാണുവാൻ തക്കതിനോണം അത്യുന്നതനായ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയാണ് വേണ്ടത്. ലോകപ്രകാരമുള്ള ചികിത്സാക്രമങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും പരാജയപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ കരം നമുക്ക് അനുകൂലമായി തീരേണ്ടത്. കാരണം അപ്പോഴാണ് മനുഷ്യൻ ദൈവത്തെ വാസ്തവമായിട്ട് വിളിക്കുന്നത്. മനുഷ്യൻ്റെ കഴിവുകളിലും ബുദ്ധിയിലും യുക്തിയിലും അവൻ്റെ സാങ്കേതിക വിദ്യകളിലുമൊക്കെ ആശ്രയിച്ചുകൊണ്ട് ഇതിനെ കീഴടക്കുവാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിൽ അവൻ പരാജയപ്പെടുമ്പോൾ പിന്നീട് പ്രവർത്തിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമാണ്. എന്നാൽ നാം ഇപ്രകാരം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ വിഷയം സമർപ്പിക്കുമ്പോഴും അതിനുള്ള കാര്യങ്ങളും കാരണങ്ങളും കണ്ടുപിടിക്കുമ്പോഴും ഇതൊക്കെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ മുന്നമേ ഓർമ്മിപ്പിക്കട്ടെ. തിരുവചനത്തിൽ അടിസ്ഥാനമായിട്ട് തിരുവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഇവയെ ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല ഇവിടെ പറയുന്നത്. ബൈബിളിൽ വിശ്വസിക്കുകയും ദൈവത്തിൻ്റേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശ്വസിക്കുവാനും ദൈവത്തിനു വേണ്ടി കാത്തിരിക്കുവാനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിച്ചറിയുവാനും പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുൻപിലാണ് ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുവാൻ തക്കവണ്ണം കഴിയുന്നത്. അതുകൊണ്ട് തുറന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയും ബൈബിളിൽ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം മുന്നമേ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയണം. അത്യുന്നതനായ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുക എന്നുള്ളതാണ് സാത്താൻ്റെ പ്രഥമവുമായ ലക്ഷ്യം. ബൈബിൾ ആരംഭിക്കുമ്പോൾ തന്നെ നാം അത് കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമായി ദൈവം സൃഷ്ടിയെക്കുറിച്ച് പറയുകയും സൃഷ്ടികർമ്മത്തെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഓരോ സൃഷ്ടിയെക്കുറിച്ചും പറയുന്നുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായിട്ട് അവനെ സൃഷ്ടിച്ചു, പക്ഷികളെയും മൃഗങ്ങളെയും പറവകളെയും മത്സ്യങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു. ഓരോ സൃഷ്ടി സംവിധാനങ്ങളെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഒരു അറിയിപ്പ് അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിനെല്ലാം വിശദീകരണമുണ്ട്. മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച് അവനെ ദൈവത്തിൻ്റെ തോട്ടമായ ഏദൻ തോട്ടത്തിൽ ആക്കി.
അപ്പോൾ അതിനോടൊപ്പം തന്നെ നാം കാണുന്ന കാര്യം, ആദ്യ കുടുംബത്തെ ഏദൻ തോട്ടത്തിലാക്കിയ സന്ദർഭത്തിൽ തന്നെ നാം കാണുന്ന കാര്യം, സാത്താൻ അവിടെ കടന്നു ചെന്നു. എന്നിട്ട് ഹവ്വായെ സ്വാധീനിച്ചുകൊണ്ട് വിലക്കപ്പെട്ട കനി, അതായത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ കനി ഭക്ഷിക്കുവാൻ തക്കവണ്ണം അവളെ പ്രേരിപ്പിച്ച് അവളത് ഭക്ഷിച്ച് ദൈവത്തോട് പാപം ചെയ്യുകയാണ്. ഭർത്താവിനോട് അവനും ഭക്ഷിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ തണലിലും കൃപയിലും ദൈവത്തോടൊപ്പം വസിച്ചിരുന്ന ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന ആദമിനെയും ഹവ്വയെയും ദൈവം ഏദൻ തോട്ടത്തിന് പുറത്താക്കുകയാണ്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ നാം സൃഷ്ടിയെക്കുറിച്ച് പഠിക്കുന്നതോടൊപ്പം നാം കാണുന്ന കാര്യം, പിശാച് എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ച മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ തക്കവണ്ണം പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തോടൊപ്പം വസിക്കുക എന്ന് പറയുന്നത് അവന് വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവനെ സ്വർഗത്തിൽ നിന്നും വെട്ടിയിട്ടതാണ്. അരുണോദയപുത്രനായ ശുക്രൻ, നീ വെട്ടേറ്റ് വീണതെങ്ങനെയെന്ന് തിരുവചനത്തിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ അവൻ ദൈവത്തോട് പകയാണ്. ദൈവം മാനവ രാശിക്ക് രൂപം കൊടുക്കുമ്പോൾ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ തക്കവണ്ണം ആ ദിവസം മുതൽ അവൻ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ദൈവം ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ വീണ്ടും അവർക്ക് ദൈവത്തിൻ്റെ തണലും കൃപയിലും ഒക്കെ വളരുവാൻ തക്കതിനവണ്ണം ദൈവം അവർക്ക് അവസരം നൽകുകയാണ്. ആ അവസരം ആരാധനയിലൂടെയാണ് ദൈവം നൽകുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവപ്പെടുവാനും ദൈവികമായ സംസർഗം ഉണ്ടാകുവാനും തക്കവണ്ണം മുഖാന്തരം ഒരുക്കുന്നു. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ സംഗമിക്കുന്നത്, ഒരുമിച്ച് ചേരുന്നത് ആരാധനയിലാണ്. ദൈവം തൻ്റെ ജനത്തോട് കരുണ തോന്നുന്നത് അവരുടെ പ്രാർത്ഥനകളിലാണ്. അങ്ങനെ ആരാധനകളിലൂടെ ദൈവത്തെ രുചിച്ചറിയുവാനും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും അനുഭവിക്കുവാനും ഒക്കെയും മുഖാന്തരങ്ങൾ ഒരുക്കുകയാണ് ദൈവം ചെയ്തത്. അപ്പോൾ മനുഷ്യൻ എപ്പോഴും ആരാധിക്കുവാൻ തക്കതിനുവണ്ണം ദൈവം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കി മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ രുചിച്ചറിയുന്നു. ദൈവം മനുഷ്യരോട് തൻ്റെ പ്രവാചകന്മാരോട് സംസാരിക്കുന്നു. അങ്ങനെ ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നതായിട്ട് പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട്. പക്ഷേ അവിടെയും ഈ ആരാധന മുടക്കുവാൻ തക്കവണ്ണം പിശാച് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കാരണം ദൈവത്തോടുള്ള ആരാധന മുടങ്ങുമ്പോഴാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരങ്ങൾ ഒരുക്കപ്പെടുന്നത്. ആരാധനകൾ മുടക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. കാരണം ആരാധന മുടങ്ങുമ്പോൾ ദൈവവുമായിട്ടുള്ള സംസർഗം കുറഞ്ഞു പോകും. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിന് അകൽച്ചകൾ സംഭവിക്കുന്നു. അതുകൊണ്ട് പിശാചിൻ്റെ പ്രഥമവും പ്രധാനവുമായ തന്ത്രം ആരാധനകളെ മുടക്കുക എന്നുള്ളതാണ്. അവൻ മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുകയും പാപം നിമിത്തം മനുഷ്യൻ ആരാധന മുടക്കുന്നുണ്ട്. കൂടാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ദൈവവുമായിട്ട് സംസർഗം ചെയ്യുവാൻ തക്കവണ്ണം മനുഷ്യന് കഴിയാതെ വരുന്നത് ദൈവത്തെ പരമാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കുവാൻ കഴിയാതെ വരുമ്പോഴാണ്. പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്തുക, ഇത് ഇപ്പോഴുള്ള ഒരു പ്രതിഭാസം മാത്രമല്ല, ആദിമ നൂറ്റാണ്ട് മുതൽ നാം കാണുന്ന കാര്യങ്ങളാണ്. തിരുവചനത്തിൻ്റെ ഉൽപ്പത്തി മുതൽ നാം കാണുന്ന കാര്യങ്ങളാണ്. ഇന്ന് നാം ഈ COVID-19 ക്രൈസിസിലേക്ക് നോക്കുമ്പോൾ അവൻ ഏറ്റവും വിദഗ്ധമായി ചെയ്തതെന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള ആരാധന ലോകത്തിൽ മുടക്കി എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വേദശാസ്ത്രജ്ഞന്മാരോ മതപണ്ഡിതന്മാരോ ഒന്നും വലുതായിട്ട് പ്രതിപാദിക്കുന്നില്ല എങ്കിൽ പോലും ലോകത്തിലുള്ള മുഴുവൻ ആരാധനകളെയും അവൻ നിർത്തിക്കളഞ്ഞു. അവൻ ഭയാനകമായിട്ടുള്ള പ്രതീതി സൃഷ്ടിച്ച് ലോകത്തിലുള്ള എല്ലാ ആരാധനകളെയും, ഞാൻ ക്രൈസ്തവ ആരാധനകളെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, എല്ലാവിധം ആരാധനകൾ, അമ്പലങ്ങളിലാണെങ്കിലും മോസ്കുകളാണെങ്കിലും എല്ലാവിധമായിട്ടുള്ള പരസ്യ പൊതു ആരാധനകളെ അവൻ നിർത്തിക്കളഞ്ഞു. പൊതു ആരാധനകൾക്ക്, കൂട്ടമായിട്ടുള്ള ആരാധനകൾ ദൈവസന്നിധിയിൽ വലിയ ശക്തിയുണ്ട്. ചിലരൊക്കെയും പറയുന്നുണ്ട്, അങ്ങനെ ആരാധന മുടക്കിയാൽ പോലും നമ്മുടെ ഭവനങ്ങളൊക്കെ ദൈവത്തിൻ്റെ ആലയങ്ങളായിട്ട് മാറി അവിടെ വെച്ച് ആരാധിക്കാവുന്നു. പക്ഷേ ആ ഭവനങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയേക്കാൾ എത്രയോ ശക്തമായ പ്രാർത്ഥനകളാണ് നാം കൂട്ടായി വന്ന് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നടത്തപ്പെടുന്ന ആരാധന. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? നമുക്കും ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ് എന്ന് തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും കൂട്ടായ ആരാധനയ്ക്ക് സമമാകുന്നില്ല. ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനൊക്കെയും മുഖാന്തരം ഒരുക്കപ്പെടുന്നത് ദൈവാലയങ്ങളിലാണ്. അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. യെരുശലേം ദൈവാലയം ആദ്യമായിട്ട് പണിയുവാൻ കൽപ്പിച്ച അത്യുന്നത ദൈവം തന്നെയാണ്. ദാവീദ് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനു വേണ്ടുന്ന എല്ലാ മുഖാന്തരങ്ങളും ഒരുക്കി ലോകത്തിലെ ഏറ്റവും മനോഹരമായ യെരുശലേം ദേവാലയം തൻ്റെ ആരാധനാലയമായിട്ട് ദൈവത്തിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് പണിയപ്പെട്ടത്. അപ്പോൾ ഈ ദേവാലയങ്ങൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട്, ദേവാലയങ്ങളിലെ ആരാധനകൾക്ക് എത്രമാത്രം പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ദൈവം ദൈവാലയങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയും പ്രാധാന്യവും നൽകുന്നുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവം വസിക്കുന്ന ആലയങ്ങളാണ്. ഇന്ന് അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും മറന്നുകൊണ്ട് ദേവാലയങ്ങൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അതിന് ദൈവം ഉത്തരവാദിയല്ല. ദൈവാലയം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന ആലയമാണ്. എന്നാൽ അതിനെ സാത്താൻ്റെ ആലയമാക്കി മാറ്റുവാൻ നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് കഴിയുമെന്നുള്ളതിൻ്റെയും ഉദാഹരണങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള ദൈവാലയങ്ങളിലൊക്കെയും ദൈവത്തോടുള്ള ആരാധനയാണ് നടക്കുന്നത്. ആ ആരാധനകൾക്ക് മുടക്കം വരുത്തുവാൻ തക്കതിനുവണ്ണം ഈ COVID-19 എന്ന മഹാമാരിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 2 മാസത്തിലധികമായി പൊതു ആരാധനകൾ നടക്കുന്നില്ല. ഇപ്പോൾ ചെറുതായിട്ട് റിലാക്സേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തരുണത്തിൽ നാം പഴയ നിയമത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇപ്രകാരം പരസ്യ ആരാധനകൾ മുടക്കുവാൻ തക്കവണ്ണം കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. വ്യക്തമായിട്ട് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. ഇസ്രായേൽ മക്കൾ 430 വർഷക്കാലം മിസ്രൈമിൽ അടിമയായിരുന്നു. അപ്പോൾ അവർക്ക് ആ രീതിയിൽ ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള യാതൊരു വിധത്തിലുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഇല്ലായിരുന്നു. കാരണം അടിമകളാണ്. കൂട്ടം കൂടി വരാനോ പ്രാർത്ഥിക്കാനോ അങ്ങനെയുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. അപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. അവർ ദൈവത്തെ മറന്നു കളഞ്ഞ പശ്ചാത്തലത്തിലാണ് അവരെ മിസ്രൈമ്യ അടിമത്തത്തിലേക്ക് വിട്ടത്. അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം മോശയെ അവരെ വിടുതലിനായിട്ട് ഒരുക്കുന്നു. മോശയും അഹ്റോനും ഫറവോനോട് പോയി സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവം അവരോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ അവർ ചെന്ന് ഫറവോനോട് സംസാരിക്കുന്നത് അത് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഫറവോൻ്റെ പ്രതികരണം ഇങ്ങനെയാണ്: ഇങ്ങനെ വിടുവിക്കണം. എന്തിനാണ് വിടുവിക്കുന്നത്? എൻ്റെ ജനത്തിന് ഉത്സവം ആചരിക്കേണ്ടതിന് അവരെ വിടുവിക്കണം എന്നാണ് ഫറവോനോട് മോശയും അഹ്റോനും പറയുന്നത്. അപ്പോൾ ഫറവോൻ അവരോട് ചോദിക്കുന്നത്, ഈ ദൈവം ആര്? ഞാൻ അവനെ അറിയുന്നില്ല, ഞാൻ ഇസ്രായേലിനെ വിടുകയില്ല. ഈ ദൈവം ആരാണ്? എനിക്കവനെ അറിഞ്ഞുകൂടാ, ഞാൻ അവരെ വിടുകയില്ല. അപ്പോൾ ആരാധനയ്ക്ക് അവൻ അവിടെ തടസ്സം സൃഷ്ടിക്കുകയാണ്. എന്നാൽ ഫറവോൻ്റെ അടുക്കൽ പോകുന്നതിന് മുൻപ് തന്നെ അത്യുന്നതനായ ദൈവം മോശയോട് കൽപ്പിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുകയാണ്. ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരുന്നല്ലോ, എന്നാൽ നീ സമ്മതിച്ചില്ല. എന്തിനു വേണ്ടിയാണ് വിട്ടയക്കാനായിട്ട് പറഞ്ഞത്? എന്നെ ആരാധിക്കുവാനായി എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരുന്നുവല്ലോ, എന്നാൽ നീ സമ്മതിച്ചില്ല. അതിനാൽ ഞാൻ നിൻ്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയും. ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ആദ്യജാതനായിട്ടാണ് ദൈവം വിശേഷിപ്പിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ വിട്ടയക്കുവാൻ തക്കവണ്ണമാണ് ഫറവോനോട് പോയി ഇവർ സംസാരിക്കുന്നത്. എന്നാൽ അവൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ദൈവം അവൻ്റെ ആദ്യജാതനെ കൊന്നുകളയുമെന്ന് മോശയും അഹ്റോനെ അറിയിക്കുകയാണ്. ഇവർ ചെന്ന് പറയുമ്പോഴും അവൻ സമ്മതിക്കുന്നില്ല. അവസാനം നാം കാണുന്നത് ഫറവോൻ്റെ ആദ്യജാതനെ മാത്രമല്ല, ഫറവോനെ തന്നെ ദൈവം ചെങ്കടലിൽ സംഹരിച്ച് കളയുന്ന ചിത്രമാണ്. അപ്പോൾ ദൈവം തൻ്റെ ജനത്തെ മുൻപോട്ട് നയിക്കുവാൻ തക്കതിനുവണ്ണം മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് മുൻപോട്ട് നയിച്ച ആ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് മുൻപോട്ട് കൊണ്ടുപോകുവാനും
പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് അവരെ നയിക്കുവാനും ഒക്കെയും ആഗ്രഹിക്കുമ്പോൾ അതിന് കാരണമായി ദൈവം പറയുന്നത് എൻ്റെ ജനം എന്നെ ആരാധിക്കേണ്ടതിനാണ്. എൻ്റെ ആദ്യാതനാണ്, എന്നെ ആരാധിക്കേണ്ടതിന് അവരെ വിട്ടയക്കണം. അപ്പോൾ ആരാധനയ്ക്ക് അതിമഹത്തായ ഒരു പ്രാധാന്യം തിരുവചനത്തിൽ കാണുന്നുണ്ട്. See, always we see that Satan is against people of God worshiping God. He is against worship of God. So right from the Garden of Eden, we find that he creates obstacles and also to stop the relationship between God and man, to destroy the relationship between God and man, and thus completely alienate people from the Almighty God. In the Garden of Eden, we find that he tempted Eve, and in the process, Adam also fell. And eventually, what we see is that they were thrown out from the Garden of Eden. So, as time passed by, man and God united together. Where? In prayer. Prayer and worship is the medium through which man can meet God. So, worship plays a very important position in human life. When I say human life, I speak about the children of God. It is the way by which children of God can completely experience the power of God, experience the presence of God. When we pray, when we submit ourselves and surrender ourselves to God, when we worship Him, we experience the presence of God. And we are guided by His Spirit. So, Satan's main objective is to destroy the worship. Because only when you worship, only when you pray, only then can you meet God. Only then can God and man come together. So when there is no worship, naturally, people go away from God. And eventually they fall into sin. And finally we find that God's anger will be kindled upon them. So Satan's work or his tactics are always to destroy the relationship of God and man. We find that many a time in the history of the children of God. We find in Egypt God sending Moses and Aaron to Pharaoh and asking them to tell Pharaoh to let go his children so that they can worship him. But Pharaoh, he never bothered about it. And God speaks to Moses and Aaron saying that his first son will be killed. We find eventually not only his first son, but he himself was killed. So always Satan tries his best to stop the worship of children of God. That's what we see now in this COVID crisis. Worship has been blocked all over the world. It's not only for Christians, it's for every religion. Whoever calls upon God, the worship is destroyed or stopped or blocked. Why? Because Satan knows that if there is no worship, he can have his way. So all the churches, all the places of worship are closed. This is what we find in history. Always Satan wants to alienate the people from God. He does not want people to go to God. So we find many a time in history the same process being repeated. Now, if you read Jeremiah chapter 27, verse 6, we find a man being chosen by the Almighty God to conquer nations, and he was called as a servant of God. നാം വീണ്ടും ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിലേക്ക് കടന്നു പോകുമ്പോൾ പഴയ നിയമത്തിൽ യിരെമ്യാ പ്രവചനം 27-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്ക് ഒരുവനെ ദൈവത്തിൻ്റെ ദാസനെന്ന് ദൈവം വിളിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. രാജ്യങ്ങളെ കീഴടക്കിയ ഒരു മഹാരാജാവായിട്ട് തീരുകയാണ്. യിരെമ്യാ പ്രവചനം 27-ാം അധ്യായം 6-ാം വാക്യം.
ഞാനിപ്പോൾ ഈ ദേശങ്ങളൊക്കെയും എൻ്റെ ദാസനും ബാബിലോൺ രാജാവുമായ നെബൂഖദ്നേസറിന് കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും കൊടുത്തിരിക്കുന്നു. Now have I given all these lands into the hands of Nebuchadnezzar, the king of Babylon, my servant, and also all the animals to serve him. എത്ര വലിയൊരു പദവിയാണ്. ഒരുവനെ തിരഞ്ഞെടുക്കുകയും എൻ്റെ ദാസനെന്ന് അഭിസംബോധന ചെയ്യുകയും അവന് എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ഒരു വലിയ മഹാരാജാവായി തീരുവാൻ തക്കതിരുവണ്ണം ഉള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, അവൻ്റേതായിട്ടുള്ള നുകത്തിൻ്റെ കീഴിൽ വരാത്തവരെയും അവനെ സേവിക്കാത്തവരെയും ഞാൻ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും സന്ദർശിക്കും. ഇവനെ അംഗീകരിക്കാതിരിക്കുന്നവർ, അവൻ്റെ നുകത്തിൻ്റെ കീഴിൽ വരാതിരിക്കുന്നവർ, നെബൂഖദ്നേസർ രാജാവിനെ സേവിക്കുവാൻ മടി കാണിക്കുന്നവർ എന്നിവരെയൊക്കെയും വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും സന്ദർശിക്കും എന്നുകൂടി ദൈവം അരുളി ചെയ്യുകയാണ് ഇതിൻ്റെ 27-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ അത്ര വലിയൊരു പദവിയാണ് നെബൂഖദ്നേസറിന് അത്യുന്നതനായ ദൈവം നൽകിയത്. തീർച്ചയായിട്ടും അവൻ ദൈവമില്ലാത്ത ഒരു രാജാവായിരുന്നു. എന്നാൽ എൻ്റെ ദാസൻ എന്ന് വിളിക്കുന്ന ഒരവസ്ഥ വരണമെങ്കിൽ അവൻ ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ അറിയുവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഏറ്റവും ലളിതമായ കാര്യമാണ്. ദൈവം തൻ്റെ തലസ്ഥാന നഗരിയെന്ന് വിശേഷിപ്പിക്കുന്ന, തൻ്റെ ആസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന യെരുശലേം നഗരം ചുട്ട് കരിക്കുവാൻ, അതിനെ സമ്പൂർണ്ണമായി നശിപ്പിക്കുവാൻ, തൻ്റെ ദേവാലയം, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ദേവാലയം നശിപ്പിക്കുവാൻ നിയോഗിച്ചത് ഈ ദാസനെയാണ്. അവൻ ദേവാലയം ചുട്ടുകരിച്ചു, യെരുശലേം പട്ടണത്തിലൊക്കെയും തീയിട്ടു, യെരുശലേമിൻ്റെ മതിലുകൾ ഇടിച്ചു കളഞ്ഞു. അപ്പോൾ അത്രമാത്രം ഒരു കാര്യത്തിനായിട്ട് തൻ്റെ ജനത്തെ ശിക്ഷിക്കുവാൻ തക്കതിന് വണ്ണം തൻ്റെ പ്രമോദമായിരുന്ന യെരുശലേം ദേവാലയം ചുട്ടുകരിക്കുവാൻ തക്കതിന് വണ്ണം ഒക്കെയും അവകാശവും അധികാരവും കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു നെബൂഖദ്നേസർ രാജാവ്. ദൈവം കൊടുത്ത പദവികൾ ഉപയോഗിച്ച് അവൻ അതൊക്കെയും ചെയ്തു. എന്നിട്ട് ഇസ്രായേൽ മക്കളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് ബാബിലോണിലേക്ക് പോയി. അവരെ കൊണ്ട് ക്രൂരമായ അടിമപ്പണി ചെയ്യിപ്പിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ആ അവസ്ഥയിൽ മുൻപോട്ട് പോകുമ്പോൾ അവനിന്നൊരു സാധാരണ നാട്ടുരാജാവല്ല, അവന് ഇന്നൊരു ചക്രവർത്തിയാണ്. അനേക രാജ്യങ്ങൾ കീഴടക്കുകയും അനേക രാജ്യങ്ങൾക്ക് അപ്പം കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹാരാജാവാണ്. ഈ അടിമകളെ കൊണ്ട് യെരുശലേമിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും പിടിച്ചുകൊണ്ട് വന്ന അടിമകളെ കൊണ്ടാണ് അതിമനോഹരമായ ബാബിലോൺ പട്ടണം അവൻ പടുത്തുയർത്തിയത്. ബാബിലോൺ എന്ന മനോഹരമായ പ്രാചീന പട്ടണം പടുത്തുയർത്തുവാൻ തക്കതിനോണം ഈ അടിമകളെയാണ് അതിക്രൂരമായിട്ട് അവൻ ഉപയോഗിച്ചത്. അങ്ങനെ സമ്പത്തിൻ്റേതായിട്ടുള്ള മഹത്വത്തിൽ, പ്രബലതയുടേതായിട്ടുള്ള കാര്യത്തിൽ, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ രംഗങ്ങളിലും അവൻ പ്രശോഭിക്കുമ്പോൾ അവന് എന്താണ് ചെയ്തത്? അവൻ ഒരു ദൈവത്തെ സൃഷ്ടിക്കുകയാണ്. താൻ എങ്ങനെയാണ് ഈ പദവിയിലെത്തിയതെന്ന് മറന്നുകൊണ്ട്, സർവശക്തനായ ദൈവമാണ് തന്നെ ഉയർത്തിയതെന്ന് അവൻ മറന്നുകൊണ്ട്, ദൈവത്തോടുള്ള ആരാധനയെ നശിപ്പിക്കുവാൻ തക്കതിനുവണ്ണം അവൻ ഒരു സ്വർണ്ണബിംബത്തെ ഉണ്ടാക്കി അതിനെ ആരാധിക്കണമെന്ന് കൽപ്പന ഇറക്കുകയാണ്. നെബൂഖദ്നേസർ forgot all his past. He forgot who he was. He was just an ordinary king, a king of a small state. But God brought him up. God enabled him to conquer many nations. His name and fame arose
He became a very rich king, respected by many nations. He conquered many countries. And then, when he was in the heights of glory, he made a god, forgetting the Almighty God who brought him up, and placed it in the plains of Dura in Babylon. You see, if you could read Daniel chapter 3 verse 1, we read this way: Nebuchadnezzar the king made an image of gold whose height was 80 cubits and breadth 6 cubits. He set it high in the plain of Dura in the province of Babylon. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബമുണ്ടാക്കി. അതിൻ്റെ ഉയരം 60 മുഴവും വീതി 6 മുഴവുമായിരുന്നു. അതിനെ ബാബിലോൺ സംസ്ഥാനത്തിൻ്റെ ദൂര സമഭൂമിയിൽ സ്ഥാപിച്ചു. സർവശക്തനായ ദൈവത്തോടുള്ള ആരാധനയെ മുടക്കുവാനും തകർക്കുവാനും തക്കതിവണ്ണമാണ് അവനൊരു ദൈവത്തെ തന്നെ സൃഷ്ടിച്ചത്. അവനെ ആ പദവിയിലേക്ക് ഉയർത്തിയ ദൈവത്തെ മറന്നുകൊണ്ടാണ് അവൻ അപ്രകാരം ഒരു ബിംബം ഉയർത്തിയത്. സ്വർണ്ണ ബിംബമാണ്. നമ്മുടേതായിട്ടുള്ള മെട്രിക് അളവിൽ പറയുകയാണെങ്കിൽ 35.5 യാർഡുണ്ട് ഉയരവും 3.5 യാർഡ് വീതിയുമുള്ള ആ ബിംബം. That was the statistics. 35 yards tall and 3.5 yards wide, made of gold. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധനയെ മുടക്കുവാൻ തക്കതിരുവണ്ണം, സത്യദൈവത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാൻ തക്കതിരുവണ്ണം പിശാച് ദൈവം വളർത്തിയ നെബൂഖദ്നേസർ രാജാവിനെ എടുത്ത് ഉപയോഗിച്ചു. അവൻ ദേശാധിപതികളെയും മറ്റെല്ലാ പ്രമുഖ നേതാക്കന്മാരെയും മറ്റ് രാജാക്കന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തി അവിടെ ദൂരാം സമഭൂമിയിൽ ഈ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായിട്ട് എല്ലാവരും വന്നെത്തിയിരിക്കുകയാണ്. People were invited, kings and all nobles and all great people around were invited for the dedication of this idol. And they were commanded to prostrate and worship this idol. When all the music went up, വളരെയധികം ജനങ്ങളെ വിളിച്ചു വരുത്തി, പ്രധാനപ്പെട്ട വ്യക്തികളെ വിളിച്ചു വരുത്തി, രാജാക്കന്മാരെയും മന്ത്രിമാരെയും എന്ന് വേണ്ട എല്ലാവരെയും വിളിച്ചു വരുത്തി ആ ദൂര സമഭൂമിയിൽ ഈ ദൈവത്തെ, നെബൂഖദ്നേസർ കൊണ്ടുവന്ന ദൈവത്തെ കുമ്പിട്ട് നമസ്കരിക്കുവാനായിട്ട് അവൻ ആജ്ഞ പുറപ്പെടുവിച്ചു. കുഴൽ, വീണ, മറ്റെല്ലാവിധമായ ഉപകരണങ്ങൾ, സംഗീതം പുറപ്പെടുവിക്കുമ്പോൾ ഈ ജനമെല്ലാം വന്നിരിക്കുന്ന അതിഥികൾ മുഴുവനായും ഈ വിഗ്രഹത്തെ കുമ്പിട്ട് ആരാധിക്കണമെന്ന് നെബൂഖദ്നേസർ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. ഇപ്രകാരമുള്ള സംഗീതത്തിൻ്റെ ധ്വനി മുഴങ്ങിയപ്പോൾ എല്ലാവരും ഈ വിഗ്രഹത്തെ കുമ്പിട്ട് ആരാധിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. എവരിബഡി വേർഷിപ്ഡ് ബട്ട് ഫോർ 3 people. 3 പേര് ഈ ബിംബത്തെ വണങ്ങുവാനോ കുമ്പിടുവാനോ നെബൂഖദ്നേസർ രാജാവിൻ്റെ ദേവന്മാരെ നമസ്കരിക്കുവാനോ കൂട്ടാക്കിയില്ല. 3 പേര് അവർ പ്രായമുള്ളവരല്ല, ചെറുപ്പക്കാരാണ്. വിവരം നെബൂഖദ്നേസർ രാജാവ് പറഞ്ഞു. 3 people refused to worship this idol. They refused to prostrate before this idol. They were 3 people, 3 young men from Jerusalem who were brought in as captives. And Nebuchadnezzar had given them very high posts in his kingdom in Babylon. So he knew them also. Shadrach, Meshach and Abednego. വിവരം രാജാവ് പറഞ്ഞു. രാജാവ് അവരെ വിളിച്ചു വരുത്തി. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ ശിക്ഷ. ഞാൻ നിർത്തിയിരിക്കുന്ന ഈ ദൈവത്തെ കുമ്പിട്ട് നമസ്കരിച്ചില്ലെങ്കിൽ അങ്ങതാ അവിടെ കാണുന്ന ആ തീച്ചൂളയിലേക്ക് നിങ്ങൾ വലിച്ചെറിയപ്പെടും. അതുകൊണ്ട് നിങ്ങളിതിനെ നമസ്കരിക്കണം. പക്ഷേങ്കിൽ
അവരതിനെ തിരസ്കരിക്കുകയാണ്. ഈ ചരിത്രമെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ ആവർത്തിക്കുന്നതിൻ്റെ കാരണം ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് പിശാച് സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ഏതെല്ലാം രീതിയിലാണെന്ന് വ്യക്തമാക്കുവാനാണ്. This story is very familiar, right from our childhood we hear this. But I just want to point out to show you how Satan tries to disrupt or destroy the worship of the Almighty God. Because the entire nation is there. All but 3 people refuse to worship this idol. And what did they say? അതെ, ദൈവത്തിന് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും, അല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർമ്മിച്ചിരിക്കുന്ന ഈ ബിംബത്തെയോ ദൈവങ്ങളെയോ ഞങ്ങൾ ആരാധിക്കുകയില്ല. ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയും, അഥവാ രക്ഷിക്കുന്നില്ലെങ്കിൽ തന്നെയും ഞങ്ങൾ ഒരിക്കലും രാജാവ് നിർമ്മിച്ച ഈ ദൈവത്തെ ആരാധിക്കുകയില്ല. ഉടൻ തന്നെ രാജാവിൻ്റെ ക്രോധം വർദ്ധിച്ചു. സോ ആംഗ്രി. തൻ്റെ സൈന്യത്തിലെ ഏറ്റവും പ്രബലന്മാരായ ആളുകളെ വിളിച്ചു. ഇവരെ വലിച്ച് തീച്ചൂളയിലേക്ക് എറിയുക. ത്രോ ദം ഇൻടു ദ ഫേണസ്. ഇൻക്രീസ്ഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫയർ ഇൻ ദ ഫേണസ് 7 times. 7 മടങ്ങ് അതിൻ്റേതായിട്ടുള്ള തീയുടെ ശക്തി കൂട്ടി, തീച്ചൂളയുടെ ശക്തി കൂട്ടി. എന്നിട്ട് തൻ്റെ സൈന്യത്തിലെ പ്രബലന്മാരെ വിളിച്ച് അവരെ വലിച്ചെറിയുവാൻ തക്കവണ്ണം കൽപ്പിച്ചു. നെബൂഖദ്നേസർ രാജാവിൻ്റെ സൈന്യത്തിലെ പ്രബലന്മാർ ഇവരെ വലിച്ചെറിഞ്ഞു. പക്ഷേങ്കിൽ അവർ വെന്തുപോയി. രാജാവ് നോക്കുമ്പോൾ ആ തീച്ചൂളയുടെ നടുവിൽ കെട്ടഴിഞ്ഞവരായിട്ട് 4 പേർ നടക്കുന്നുണ്ട്. താൻ എറിഞ്ഞത് 3 പേരെയാണ്. പക്ഷേ 4മതൊരാൾ കൂടെ യാതൊരു കെട്ടുകളുമില്ലാതെ കെട്ടഴിഞ്ഞ ഈ 3 പേരോട് നടക്കുന്നുണ്ട്. അവനൊരു ദൈവപുത്രന് തുല്യനായവനാണ്. രാജാവിന് പരിഭ്രമമായി. ആളോടൊക്കെ ചോദിച്ചു, ഞാൻ കാണുന്ന കാഴ്ച യാഥാർത്ഥ്യമാണോ? യാഥാർത്ഥ്യം തന്നെ. അങ്ങനെ രാജാവ് തീച്ചൂളിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയെ കടന്നു വരിക. ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാരാണ്, കടന്നു വരിക. അവർ പുറത്തു വന്നപ്പോൾ അവരുടെ ഒരു രോമത്തിന് പോലും ഹാനി വരുത്തുവാൻ നെബൂഖദ്നേസർ രാജാവിൻ്റെ ചൂളയ്ക്ക് കഴിഞ്ഞില്ല. നെബൂഖദ്നേസർ രാജാവ് ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിൻ്റെ ദൈവമാണ് ദൈവമെന്ന് അവിടെ വന്ന എല്ലാവരോടുമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരോടുമായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ച ഈ ബിംബത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്ന എല്ലാവരോടും യഹോവയാം ദൈവമാണ് ദൈവമെന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ജീവിതയാത്രയിൽ നാം ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്നും നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് വലിയ വലിയ സ്ഥാനമാനങ്ങളും സമ്പത്തും ഒക്കെ സമ്പാദിച്ച് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും സർവശക്തനായ ദൈവത്തേക്കാൾ ഉപരിയായി നാം സ്നേഹിക്കുന്ന പല വിഗ്രഹങ്ങളും കടന്നു വരിക സ്വാഭാവികമാണ്. ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് മനസ്സില്ലാതെ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങൾക്കായിട്ട് സമയങ്ങൾ ചെലവഴിക്കുന്നതും സ്വാഭാവികമാണ്. വിഗ്രഹങ്ങൾ ഞാൻ പറയുമ്പോൾ ആഡംബരത്വത്തിൻ്റെയും അതുപോലെയുള്ള അഹന്തയുടെയും ഒക്കെയുമുള്ള അനേകമായ വിഗ്രഹങ്ങളാണ്. ഇപ്രകാരം ദൈവം എടുത്ത് ഉയർത്തി ദൈവിക കൃപകൾ കൊണ്ട് നിറച്ച് ദൈവം പകർന്ന അനുഗ്രഹങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന അനേകരുടെ ജീവിതത്തിലുള്ളത്. അപ്പോൾ ദൈവത്തിൻ്റെ ആരാധന മുടക്കുവാനുള്ള ഉപാധികളാണ് അതൊക്കെ. ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാനുള്ള മുഖാന്തരമാണ്. സ്വത്ത് വേണ്ടാന്നല്ല, സമ്പത്ത് വേണ്ടാന്നല്ല, സ്ഥാനമാനങ്ങൾ വേണ്ട, എല്ലാം ആവശ്യമാണ്. പക്ഷേ നമ്മെ വിളിച്ച് വേർതിരിച്ച നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയും ഭയവും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വവും മറന്നുകൊണ്ട് നാം മറ്റു പല കാര്യങ്ങളിലേക്ക് മനസ്സ് തിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നഷ്ടപ്പെടുന്നത് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. നമുക്ക് പിന്നെ ആരാധനയ്ക്കായിട്ട് സമയമില്ല, പ്രാർത്ഥിക്കുവാൻ സമയമില്ല, നാം വളരെ ബിസിയായിട്ട് മാറിപ്പോകുന്ന അവസ്ഥയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ നടുവിൽ പലപ്പോഴും ദൈവത്തിനു വേണ്ടി ശബ്ദമുയർത്തുവാനോ യേശുവിൻ്റെ സാക്ഷികളായിട്ട് മുന്നോട്ട് പോകാനോ സാധിക്കുന്നില്ല. നമ്മുടെ ദേവാലയങ്ങളൊക്കെ ശൂന്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്.
അമേരിക്കയിൽ, യൂറോപ്പിലൊക്കെ ഞാൻ പല ദേവാലയങ്ങളിൽ ഉപവാസ പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേവാലയങ്ങൾ പ്രാചീനകാല പ്രൗഢിയിൽ ഏറ്റവും മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളവയാണ്. 10, 200, 250 കൊല്ലമൊക്കെ പഴക്കമുള്ള ദേവാലയങ്ങൾ. ഇന്നത് ശൂന്യമാണ്. ആ ദേവാലയങ്ങൾ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പങ്കെടുത്തവർ ഇത്ര പേര്. ഈ പങ്കെടുക്കുന്നത് 10-60 പേരാണ്. പക്ഷേ അവരൊക്കെയും 50-60 വയസ്സിന് മേൽ പ്രായമുള്ളവരാണ്. യുവതലമുറയൊന്നും അവിടുത്തെ ആരാധനകളിൽ കാണുവാൻ കഴിയുന്നില്ല. അങ്ങനെ ദൈവത്തിൻ്റെ ജനത്തിന് നൽകിയ ദേവാലയങ്ങൾ ഇന്ന് ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. ദൈവത്തിന് അവയെ ആവശ്യമില്ലാത്ത അവസ്ഥയിലാണ് ഇന്നിത് അടയ്ക്കുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരം ഒരുക്കപ്പെട്ടിട്ടുള്ളത് എന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. ഒരുപക്ഷേ നാം കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഇന്നും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല. പള്ളിയിൽ പോകുന്നവർ കുറഞ്ഞു പോയെങ്കിലും അപ്രകാരം ഒരു അവസ്ഥ വന്നിട്ടില്ല. യൂറോപ്പിലും അമേരിക്കയിലൊക്കെ അതൊരു യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടനിൽ അനേക ദേവാലയങ്ങൾ മാളുകളായിട്ടും അതുപോലെ ഫിറ്റ്നസ് സെൻറ്റേഴ്സായിട്ടും ഒക്കെ അവർ വാങ്ങിച്ച് കൺവേർട്ട് ചെയ്യുകയാണ്. മറ്റു മതങ്ങൾ നമ്മുടെ ദേവാലയം വാങ്ങി അവരുടെ ദേവാലയങ്ങളാക്കി മാറ്റുന്നത് ഒരു സർവ്വസാധാരണമായ കാഴ്ചയാണ്. മറ്റു മതങ്ങളാണ് ഇന്ന് പ്രബലമാകുന്നത്. കാരണം ദൈവത്തോടുള്ള ആരാധന ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് നാം COVID-19 കാണേണ്ടത്. ദൈവത്തോടുള്ള ആരാധനയെ തകർക്കുവാൻ തക്കതിനും ഇതാണ് ഏറ്റവും വലിയ അവസരമെന്ന് പിശാച് മനസ്സിലാക്കി. അവൻ ഈ വലിയ ആയുധം ഉപയോഗിച്ച് ദൈവത്തോടുള്ള ആരാധനയെ നിശ്ചലമാക്കി കളഞ്ഞു. അതിനെതിരെ പ്രതികരിക്കുവാനോ അതിനെതിരെ വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യുവാനോ അനേകർക്കും കഴിയാറില്ല. അനേക രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. വീണ്ടും വീണ്ടും പല സമ്മർദ്ദങ്ങളുടെ നടുവിൽ ആരാധനകൾ പലയിടത്തും പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെയും വളരെയേറെ നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ നമ്മൾ പരിപൂർണ്ണ വഹിച്ചുകൊണ്ട് തന്നെ ക്രമമായ ആരാധന തുടർമാനമായിട്ട് നടത്തപ്പെടുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. കേരളത്തിൽ വലിയ മാതൃകകളാണ് നാം മറ്റുള്ള സംസ്ഥാനങ്ങൾക്കും ലോകത്തിന് തന്നെ ഈ COVID-19 കെടുതിയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. ക്രൈസ്തവ സമൂഹത്തിന് തങ്ങളുടെ ആരാധനകളിലൂടെ എപ്രകാരമാണ് ഇതിനെ പിടിച്ചു നിർത്തുവാൻ കഴിയുന്നത് എന്നുള്ള ഒരു മാതൃക സൃഷ്ടിക്കാൻ തക്കവണ്ണം കഴിയണം. ദേവാലയത്തിൽ ഒരു ദിവസം മാത്രം നിശ്ചിത സമയത്ത് നിശ്ചിതമായ ആളുകൾ വന്ന് ആരാധിക്കുന്നതല്ല. ആളുകളെ നിയന്ത്രിച്ചുകൊള്ളട്ടെ, കുഴപ്പമില്ല. പക്ഷേ ആരാധനകൾ ഒരു ദിവസം എത്ര സമയം വേണമെങ്കിലും നടത്തുവാൻ കഴിയും. ഒരു കുർബാനയല്ല, അനേക കുർബാനകൾ ആ നിശ്ചിതമായ ആളുകൾ 50 പേരെങ്കിൽ 50 പേര്, 30 പേരെങ്കിൽ 30 പേര് അവർക്ക് തുടർമാനമായിട്ട് ഓരോരോ ബാച്ചിലും നടത്തുവാനുള്ള സൗകര്യങ്ങളുണ്ടാകുമ്പോൾ ആഴ്ച മുഴുവൻ ദേവാലയങ്ങൾ തുറന്നിട്ടുകൊണ്ട്, അത് ദേവാലയങ്ങളാകാം, പ്രാർത്ഥനാ ഹാളുകളാകാം, ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഏത് സാഹചര്യങ്ങളായിരുന്നാലും അത് തുറന്നിട്ടുകൊണ്ട് അവിടേക്ക് നിശ്ചിതമായിട്ടുള്ള ആളുകൾ തുടർമാനമായിട്ട് ബാച്ചായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ, പ്രാർത്ഥനയുടെ വലിയൊരു അനുഭവം ഉണ്ടാകുകയാണെങ്കിൽ, ഒരു വലിയ നിലവിളി ഉണ്ടാകുകയാണെങ്കിൽ, അത് തീർച്ചയായിട്ടും എല്ലാവിധമായിട്ടുള്ള പകർച്ചവ്യാധികളെയും തകർക്കുവാൻ തക്കൊണ്ടും മുഖാന്തരം ഒരുക്കുന്നതാണ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇതിനെ കീഴടക്കാമെന്ന് അതേ തിരുവചനം പഠിപ്പിക്കുമ്പോൾ അപ്രകാരം ഒരു ആയുധമെടുക്കുവാൻ തക്കതിനും ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥനയ്ക്കായിട്ട് അനേക ക്രൈസ്തവ സമൂഹങ്ങളും സഭകളും ഒക്കെയും ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും ഉപവാസത്തോടും പ്രാർത്ഥനയോടും അനേകായിരങ്ങൾ ഉള്ള സഭകൾ, ലക്ഷങ്ങളുള്ള സഭകൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കഴിയുന്നില്ല. ഒരുമിച്ചെന്ന് ഞാൻ പറയുമ്പോൾ ഒന്നിച്ച് കൂടുവാനല്ല, തങ്ങളുടെ അംഗങ്ങളെ മുഴുവനായിട്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഉപവാസ പ്രാർത്ഥനകൾ നയിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. ദൈവത്തോട് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും അവിടെയുള്ള സർവ്വവിധമായിട്ടുള്ള ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ നടക്കുന്ന സാഹചര്യങ്ങളിൽ പോലും അവിടെ ഉപവാസവും പ്രാർത്ഥനയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഇന്ന് അനേക സമ്മർദ്ദങ്ങളാണ് ഈ ക്രൈസ്തവ ആരാധനയെ തകർക്കുവാൻ തക്കതിനുവണ്ണം പിശാചെടുത്ത് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ആരാധനകൾക്കെതിരെയുള്ള തടസ്സങ്ങൾ വളരെ വലുതാണ്. എന്നാൽ അതിനെ ചെറുത്ത് നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടേതായിട്ടുള്ള ക്രൈസ്തവ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം
പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ച ശിഷ്യന്മാർക്ക് അപ്രകാരമുള്ള അനേകമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ സുന്ദരമെന്ന ഗോപുരത്തിലിരുന്ന ഭിക്ഷ അയച്ചിരുന്ന ആ മുടന്തനെ പത്രോസ് സൗഖ്യമാക്കുകയാണ്. തന്നിമിത്തം യഹൂദ മതമേധാവികൾ, സന്നിധി സംഘം അവരെ പിടിച്ചു തടവിലാക്കി. എന്നിട്ട് അവർക്ക് വളരെ കർശനമായ താക്കീത് നൽകുകയാണ്. ലോകത്തിന് മുൻപിൽ സൗഖ്യമായ മുടന്തനുണ്ട്. ജനമെല്ലാം അത് വിശ്വസിച്ചു. യേശു അത്ഭുതം പ്രവർത്തിക്കുന്നുവെന്ന് പരിപൂർണമായിട്ട് മനസ്സിലാക്കിയപ്പോൾ മഹാപുരോഹിതന്മാരും സദൂക്യരും പരീശന്മാരും എല്ലാം കൂടെ ഒത്തുചേരുന്ന സന്നിധി സംഘം കൂടി അവരാണ് യേശുവിനെ ക്രൂശിൽ തൂക്കുവാൻ തക്കവണ്ണം വിധി കൽപ്പിച്ചത്. അവർ പത്രോസിനെയും യോഹന്നാനെയും തടവിലാക്കിയ ശേഷം വിചാരണ ചെയ്യുകയാണ്. ഇനിയും മേലാൽ യേശുവിനെക്കുറിച്ചൊരു വാക്ക് പോലും പറയരുത് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതിൻ്റെ വേദഭാഗങ്ങളൊന്നും വായിക്കുവാൻ നമുക്ക് സമയമിന്നില്ല. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമുക്കതിനെ കാണുവാൻ കഴിയും. തുടർന്നുള്ള വാക്യങ്ങളിലും കാണുവാൻ കഴിയും. അപ്പോൾ പത്രോസ് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത്. ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങൾക്ക് പ്രസ്താവിക്കാതിരിക്കുവാൻ സാധ്യമല്ല. അവർക്ക് യാതൊന്നും പറയുവാൻ കഴിയാതെ അവരെ വിട്ടയക്കുകയാണ്. ഇന്ന് നാം ഒരുപാട് കാര്യങ്ങൾ ആരാധനയ്ക്കെതിരായിട്ട് കാണുമ്പോൾ അപ്രകാരമുള്ള പ്രവണതകളെ എതിർക്കുവാനും ദൈവത്തോടുള്ള ആരാധന പുനഃസ്ഥാപിക്കുവാനും നമുക്ക് കഴിയണം. മാത്രമല്ല, നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണം. നമ്മുടെ ആരാധനകളെ പുനർജീവിപ്പിക്കുവാൻ കഴിയണം. നമ്മുടേതായിട്ടുള്ള ആത്മീയമായിട്ട് ഉള്ള നമ്മുടെ പ്രയാണത്തിന് പുതിയ പരിശുദ്ധാത്മ നിറവോടെ പ്രവർത്തിക്കുവാനുള്ള വഴികൾ തുറക്കുവാൻ നമുക്ക് കഴിയണം. അത് അത്യന്താപേക്ഷിതമാണ്. ഉപവാസത്തോടും പ്രാർത്ഥനയോടുമാണ് നമുക്ക് ഇതിന് മുൻപോട്ട് പോകുവാനുള്ളത്. അതോടൊപ്പം ദേവാലയങ്ങളിൽ വിശുദ്ധ ബലികളിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം അതേ നമുക്ക് കഴിയണം. നിയന്ത്രണങ്ങൾ അനുസരിച്ച് തന്നെ നാം അപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പങ്കെടുക്കുവാൻ തക്കവണ്ണമുള്ള സംവിധാനങ്ങൾ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും മാത്രമല്ല, ഒരു ദിവസം അനേകമായ തവണകളിൽ ഒരുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ക്രൈസ്തവ സഭകളൊക്കെ ആയിരക്കണക്കിന് ആളുകളെ വഹിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെയും നാം പാലിക്കേണ്ടി വരുമ്പോൾ ചെറിയ സമൂഹങ്ങളായിട്ടാണ് നമുക്കവിടെ പോകാൻ കഴിയുന്നത്. പക്ഷേ ആ സമൂഹങ്ങൾ തന്നെ പല തവണകളായിട്ട് പല സമൂഹങ്ങൾക്ക് പോകുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒരു വലിയ കാര്യമാണ്, ഒരു വലിയ വേലിയേറ്റമാണ് സ്വർഗത്തിൽ സൃഷ്ടിക്കുന്നത്. തുടർമാനമായിട്ട് എല്ലായിടത്തു നിന്നും അതേ രാവിലെ മുതൽ അന്ത്യോളം അതേ തുടർച്ചയായിട്ട് ദൈവത്തോടുള്ള നിലവിളികൾ ഉയരുകയാണ്. ഒരുപക്ഷെ അപ്രകാരം നമുക്ക് ചിന്തിക്കേണ്ട സമയം ആസന്നമായിരിക്കുന്നു. കാരണം രോഗം വളരെയധികം പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റേതായിട്ടുള്ള ആ പടർന്നു പിടിക്കുന്ന അവസ്ഥ അത് നാം ഏറെല്ലാം പ്രിക്കോഷൻസ് എടുത്തിരുന്നാലും അതിന് സുരക്ഷിതത്വത്തിൻ്റേതായിട്ട് നടപടി എടുത്തിരുന്നാലും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇതിനെ പിടിച്ചു നിർത്തുവാൻ വലിയ ശക്തിയുണ്ട്. ഇതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അതിനുള്ള വലിയ മുഖാന്തരം ഒരുക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളിൽ പ്രസാദിക്കും. അനേക രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രതിവിധിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഗവേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അനേക രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രതിരോധം സൃഷ്ടിക്കാനുള്ള വാക്സിൻസിൻ്റേതായിട്ടുള്ള കണ്ടുപിടുത്തത്തിന് തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലും വളരെയധികം ഗവേഷണം നടത്തപ്പെടുകയാണ്. അപ്പോൾ നാം കൂട്ടായിട്ട് നിലവിളിക്കുമ്പോൾ ദൈവം അത്യത്ഭുതകരമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പക്ഷേ ആ കൂട്ടായ നിലവിളി ഇപ്പോഴും ഉയരുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം നാം ഇതിൻ്റെ കെടുതികൾ ആ രീതിയിൽ നാം കേരളത്തിൽ അനുഭവിച്ചിട്ടില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരെ വിദേശ രാജ്യങ്ങളിൽ പോയി ആവോളം ഇത് അനുഭവിക്കുന്നുണ്ട്. അവർക്ക് അവിടുന്ന് കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയിൽ വേദനിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, കഷ്ടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരങ്ങൾ
എല്ലാം മടങ്ങിയെത്തുവാൻ, ഇവിടെയുള്ളവർക്ക് ഒരു വ്യാപനം ഉണ്ടാകാതെ ഇരിക്കുവാനൊക്കെയുമുള്ള പ്രാർത്ഥനകൾ ഉയരേണ്ട സമയമാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുകയാണ്. പലവിധമായ കാരണങ്ങൾ കൊണ്ടുവന്ന് പിശാച് നമ്മളുടെ ആരാധനയെ മുടക്കുവാനായിട്ട് ശ്രമിക്കും. ആ തന്ത്രങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവജനം പരിശുദ്ധാത്മ നിറവിൽ പുതിയ സംവിധാനങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ജനങ്ങൾക്കെല്ലാം ആരാധിക്കുവാൻ തക്കവണ്ണമുള്ള വഴികൾ തുറക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതേ ഒരേ തവണയായിട്ട് നിശ്ചിതമായ ഒരു സംഖ്യ ആൾക്കാർക്ക് മാത്രമേ ആരാധിക്കുവാൻ കഴിയുമെങ്കിൽ നല്ലത്. പക്ഷേങ്കിൽ ആ തവണകൾ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയണം. ദിവസങ്ങൾ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല, മറ്റ് ദിവസങ്ങളിലും ആരാധനകൾ ആരംഭിക്കുവാനും എപ്പോഴും സ്വർഗത്തിലോട്ടുള്ളൊരു നിലവിളി ഉയരുവാൻ തക്കതിനുവണ്ണം അതിനായിട്ട് ഒരു വലിയ പരിശ്രമം, ഒരു വലിയ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം തീർച്ചയായിട്ടും പ്രവർത്തിക്കും. കേൾക്കാൻ കഴിയാത്തവണ്ണം എൻ്റെ ദൈവം മന്ദമായിട്ടില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നുണ്ട്. അവൻ നമ്മുടെ സങ്കടയാചനകൾ കേൾക്കും. ഈ മഹാകെടുതിയിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ കൂട്ടായ പ്രാർത്ഥനകൾ സഭാ വ്യത്യാസമില്ലാതെ, സമൂഹ വ്യത്യാസമില്ലാതെ സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ തക്കവണ്ണം കഴിയും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പല പുതിയ വിഷയങ്ങളും ഇപ്പോൾ തന്നെ നമുക്ക് ടെലിഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവയൊക്കെയും നമുക്ക് പ്രാർത്ഥിക്കാം. മുൻപുള്ള വിഷയങ്ങൾ തുടർമാനമായിട്ട് ഇവിടെ പ്രേയർ സോൺ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തലകളെ വണക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അങ്ങനെയുള്ള ബന്ധത്തെ തകർക്കുവാൻ, അങ്ങനെയുള്ള ആരാധനയെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് വളരെ വിദഗ്ധമായിട്ടെടുത്ത് ഉപയോഗിക്കുന്ന COVID-19 തകർക്കുവാൻ തക്കവണ്ണം യഹോവ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മഹാമാരിയിൽ നിന്ന് ലോക ജനതയെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിനൊരു പ്രതിവിധിയും പ്രതിരോധവും കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കണമേ. മനുഷ്യൻ്റെ കഴിവുകളൊക്കെയും വ്യർത്ഥമാണ്. അവിടുന്ന് തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് കർത്താവെ ലോക ജനതയെ വിടുവിക്കുവാൻ തക്കവണ്ണം അവിടുത്തെ മനസ്സലിവിനാൽ സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട ഓരോരുത്തരും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ യഹോവയോട് തുടർമാനമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള സംവിധാനങ്ങൾ കർത്താവ് ഉണ്ടാക്കുവാൻ തക്കതിനുവണ്ണം, എല്ലാവർക്കും ആരാധിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവർക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള മുഖാന്തരങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും അപ്രകാരം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാനും അനേകർക്ക് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങേ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആരാധിക്കുവാൻ തക്കതിനുവണ്ണം, അങ്ങനെ അങ്ങയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാനും സുദൃഢമാക്കുവാനും തക്കവണ്ണം കർത്താവെ എന്നീ വചനം കേട്ട ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഗുരുതരമായ അവസ്ഥയിലായിരിക്കുന്ന അനേക രോഗികളുണ്ട്. അവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിപ്പോൾ സമർപ്പിക്കുകയാണ്. നീ അവരോട് കരുണ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ദുബായിൽ നിന്ന് കഴിഞ്ഞ 38 ദിവസങ്ങളായിട്ട് ഈ രോഗത്താൽ ഗുരുതരമായ അവസ്ഥയിലായിരിക്കുന്ന റേച്ചലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ICUവിലാണ്. കർത്താവ് നീ തന്നെ അവർക്ക് വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം പ്രസാദിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അൻസായെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഉഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ഈ രോഗം ബാധിച്ചുകൊണ്ട് ആശുപത്രിയിലാണ്. അവരുടേതായിട്ടുള്ള റിസൾട്ട്സൊക്കെയും ഇപ്പോഴും പോസിറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കുടുംബത്തിൽ 5 പേർ പോയി, അത് ഇനിയും 2 പേർ അവശേഷിക്കുകയാണ്. ഹൗസ്മേഡ് ഉഷയും അതുപോലെ ഇപ്പോൾ മകളും. അവർക്ക് ഇരുവർക്കും കർത്താവെ സൗഖ്യം കൊടുത്ത് ആ റിസൾട്ട്സ് നെഗറ്റീവായി തീരുവാൻ അങ്ങ് പ്രസാദിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് ലില്ലിക്കുട്ടി ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിൽ നിന്നുള്ള ലില്ലിക്കുട്ടി ജോർജിനെ നീ ഓർക്കണമേ, വിടുവിക്കണമേ. അത് ന്യൂഡൽഹിയിൽ നിന്നുള്ള ജോളി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ സുനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇത്രത്തോളം നീ പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ജൂബി വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. UK നിന്നുള്ള സഹോദരിയെ നീ ഓർക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജിനോ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പോൾസൺ അബുദാബി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ICUവിലാണ്. നീ വിടുവിക്കുവാൻ തക്കവണ്ണം പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജിതയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ എന്നെ വിടുവിക്കണമേ കർത്താവെ. അവളുടെ ഭർത്താവ് ജയരാജനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അബുദാബിയിൽ നിന്നും അതേ വിളിച്ചിരിക്കുന്ന കർത്താവെ, അവന് ഗുരുതരമായ അവസ്ഥയിലാണ്. സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. അവരുടെ കുഞ്ഞിനെ ഈ വലിയ കെടുതിയിൽ നിന്ന് വിടുവിക്കണമെന്ന് ഞാൻ അങ്ങയുടെ സ്നേഹത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവെ, പ്രത്യേകിച്ച് ഗുരുതരമായ അവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ട മോഹനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ പലവിധമായിട്ടുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കുകയാണ്. അവിടെ നിന്നും വിടുവിക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങ് അവനെ വിടുവിക്കുവാൻ തക്കോണം പ്രസാദിക്കണമെന്ന് ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതേ കാൽഗറിയിൽ നിന്നും വിനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ അവൻ്റെ ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷൻ നീ കൂട്ടായിരുന്നു അത്ഭുതകരമായ സൗഖ്യം നൽകുവാൻ തക്കോണം പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാവേലിക്ക് എന്നുള്ള പ്രിയപ്പെട്ട കുഞ്ഞുമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നീ അവൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമേ. സ്നേഹ മറിയം ബിനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ ക്യാൻസർ രോഗത്തിന് സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാൻ തക്കോണം ആ കൊച്ചു പെൺകുട്ടിയെ നീ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവ് സോണി കുവൈറ്റിന് സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കണമേ. ത്രേസ്യമ്മ ഡാനിയലിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് അങ്ങയോട് സൗഖ്യം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് നീ എന്നെ അവിടെ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജസ്റ്റിൻ ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൻ്റെ വിവാഹക്കാര്യം നടക്കുവാൻ തക്കവണ്ണം അവന് പ്രാർത്ഥന ആവശ്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സെലീന ചാലക്കുടിയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. 4 വർഷമായിട്ട് അവർക്ക് കുഞ്ഞുങ്ങളില്ല, അവരോട് കരുണ ചെയ്യണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ആ സഹോദരി 3 വർഷമായിട്ട് ഉറക്കഗുളി കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത്. ആ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓച്ചറയിൽ നിന്ന് പൊന്നു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കർത്താവേ, അവളുടെ കഠിനവേദനയ്ക്ക് നടുവിന് വേദനയ്ക്ക് ആശ്വാസം കൊടുക്കണമേ എന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രത്യേകമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതേ ജോൺ നെയ്യാറ്റിങ്കര കർത്താവ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു. മുൻപൊരിക്കൽ ഇതുപോലെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥനയാൽ ആ കാഴ്ച തിരിച്ചു കിട്ടിയതാണ്. വീണ്ടും അത് നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവെ, കുരുടന് കാഴ്ച കൊടുത്ത അവിടുത്തെ കരം ആ പാവപ്പെട്ടവൻ വെക്കുകയും അവന് കാഴ്ച തിരികെ കിട്ടുവാൻ തക്കവണ്ണം അങ്ങ് പ്രവർത്തിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം രഘു എന്ന സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 18% അതേ ക്യാൻസറിൻ്റേതായിട്ടുള്ള ലക്ഷണം ബ്ലഡിലുള്ള സഹോദരന് സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജെസ്സിയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്ട്രോക്ക് വന്നിരിക്കുന്ന അവരുടേതായിട്ടുള്ള ഭർത്താവ് ബോസ് മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ച് വീണ്ടും എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. മകൾ നിംബി ബോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സൂക്ഷിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതെ ഞങ്ങളുടെ എല്ലാവിധമായ ആവശ്യങ്ങളും അങ്ങ് ഏറ്റെടുക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ബാക്കിയുള്ള എല്ലാ രോഗികളെയും അങ്ങ് ഓർക്കണമേ. മക്കളില്ലാതിരിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അവരെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതെ ലീബ കുര്യനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കോഴിക്കോട്ട് നിന്ന് ലിനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുണ്ടറയിൽ നിന്ന് ലീബ കുര്യനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജിസ മറിയം ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മമത ആൻഡ് രാമകൃഷ്ണ അത് തെലങ്കാനയിൽ നിന്ന് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നോവലും ജിതുവും കർത്താവ് അവർ ഡോഹയിൽ നിന്ന് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. നിറ്റു ആൻഡ് നിമ്മി കർത്താവെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ടോബിൻ അഞ്ചാനെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സജന ആൻഡ് ഗോപകുമാറിനെ പ്രത്യേകമായിട്ട് ഓർക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായിട്ടൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നീ അവരോട് കരുണ തോന്നണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതോടൊപ്പം കർത്താവെ, വിവാഹത്തിന് വേണ്ടിയിട്ട് കർത്താവെ കാത്തിരിക്കുന്ന മക്കളെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. അവരെ നീ ഓർക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കും. ചിനു കാതറിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതോടൊപ്പം തന്നെ കർത്താവ് സൂരജ് ജോസിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീതുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ബെക്കിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലിജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മിറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ദിവ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ടെസ്സിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റെനിറ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആൻ്റണിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷൈനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുയോജ്യമായ തുണയെ കൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമേ, അനുയോജ്യമായ തുണയെ കൂട്ടിച്ചേർക്കുന്ന ദൈവമേ, ഈ മക്കൾ നിൻ്റെ സന്നിധിയിലേക്ക് നിലവിളിക്കുന്നു. നീ അവർക്ക് അനുയോജ്യമായ തുണയെ നൽകണമേ. അത് ജയനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കും അനുയോജ്യമായ തുണയെ കണ്ടുപിടിപ്പാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പൊന്നിൽ വിൽസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആമാശയത്തിലുള്ള കർത്താവെ, ആ വലിയ മുഴ ഒരു ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാകാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ അങ്കമാലിയിൽ നിന്നുള്ള അച്ചാമ്മ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ആശ്വാസവും സമാധാനവും നൽകണമേ. കിഡ്നിയുടെ പ്രവർത്തനങ്ങളെ നീ തന്നെ കർത്താവ് സൗഖ്യമാക്കണമേ. ഒരു കീമോതെറാപ്പി ഒരിക്കൽ നീ മാറ്റിവെക്കാൻ തക്കവണ്ണം സഹായിച്ചു. അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് കർത്താവ് അവർക്ക് സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. കാനഡയിൽ ടൊറൻറ്റോയിൽ നിന്നുള്ള രേഷ്മ സുനിലായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ അവൾക്ക് കൊടുത്ത സൗഖ്യത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതോടൊപ്പം കർത്താവെ, അതേ സിന്ധു തൃശ്ശൂരിൽ നിന്ന് അവരുടെ കടഭാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതേ ജെറിൻ ചെന്നൈയിൽ നിന്ന് അവരുടെ കടഭാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അവർക്ക് കർത്താവ് നീ ആശ്വാസം നൽകി കടഭാരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം നീ പ്രവർത്തിക്കണമെന്ന് പ്രത്യേകമായിട്ട് നിൻ്റെ സ്നേഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർക്കണമേ കർത്താവേ. അനുദിനം അവരുടെ ലിസ്റ്റ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അത്ഭുതകരമായ രീതിയിൽ ഈ കെടുതിയിൽ അവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാൻ തക്കവണ്ണം അവരുടെ നിരാശപ്പെട്ടു പോകാനിടയാതെ അവരുടെ കൈകൾ കൊഴിഞ്ഞു പോകാനിടയാതെ അവർക്ക് വഴിയും വാതിലും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട AP ജോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് ടൊറൻറ്റോയിൽ നിന്ന് സിജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദുബായിൽ നിന്ന് സുജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഷീബ സക്രിയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് ഷാലു കുവൈറ്റിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, റീസ ഡോളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതേ മെരീൻ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എറണാകുളത്ത് അജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ജസ്റ്റിൻ ടോം ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ എന്നെ അവിടെ പ്രവർത്തിക്കുകയും പരിവർത്തിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് നിൻ്റെ സ്നേഹത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ജൂബി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവൾക്ക് സമാധാനവും പ്രത്യാശയും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശമ്പളമില്ലാതെ വിഷമിക്കുന്ന സുധർമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവളുടേതായിട്ടുള്ള ശമ്പളം റിലീസ് ചെയ്ത് കിട്ടുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അതേ കോവിഡിൻ്റെ മഹാകെടുതിയിൽ നിന്നും രക്ഷിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ അതിൻ്റെ രോഗമുഖത്ത് പ്രവർത്തിക്കുന്ന ബെൻസി ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് ലിൻഡ ജോസ് ഷാർജ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേ ഷൈനി കുവൈറ്റിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സെലീനയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവ് നീനയും ഡയസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊരു കിടപ്പാടമില്ല കർത്താവെ. ഉള്ള സ്ഥലം വിൽക്കുവാൻ തക്കവണ്ണം വഴി തുറക്കണമേ. എങ്കിൽ മാത്രമേ അവർക്ക് കർത്താവെ ഒരു കിടപ്പാടം പണിയുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അവരിപ്പോൾ താമസിക്കുന്ന റെൻറ്റഡ് ഹൗസ് എത്രയും പെട്ടെന്ന് അത് കർത്താവെ കൊടുക്കുവാൻ തക്കവണ്ണം അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങവിടെ പ്രവർത്തിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം കർത്താവെ നേഴ്സിംഗ് കെയറിൽ പ്രവർത്തിക്കുന്നവരെയും ഹല്ലേലൂയ കർത്താവെ, ഈ ആരോഗ്യ പരിപാലന രംഗത്ത് കോവിഡ് രോഗികളെ ചികിത്സിക്കുകയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ശുശ്രൂഷിക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. അതേ കർത്താവെ, നേഴ്സിംഗ് കെയർ പ്രവർത്തിക്കുന്ന റിജി മേരി ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിൽ നിന്നുള്ള അതേ കാവ്യ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ടോണി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ബീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മോളമ്മ, ശാന്തമ്മ, ഷീബ, ജെൻസി, രേണു, റൂബി, അനില, അവരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. നീ അവരെ വിടുവിക്കണമേ കർത്താവേ. നീ അവർക്ക് തീമതിലായി അവരെ സൂക്ഷിച്ചുകൊള്ളണം, ഒരു രോഗം അവരെ ബാധിക്കാതെ സൂക്ഷിക്കണം. ജോംസി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അന്ന ജോണിക്കുട്ടിയെയും അത് ബ്രൈറ്റ് ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീനു പോളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിമി, സുനി തുടങ്ങിയ കുവൈറ്റിലുള്ള സഹോദരിമാരെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ഷീബയെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആ ലിലി കർത്താവ്, അതേ ഡുബൈയിൽ നിന്ന് ലിലിയെയും അതേ മായ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഷാർജയിൽ നിന്ന് സോഫി ഓർത്ത് പ്രാർത്ഥിക്കും, ടിസി ഓർത്ത് പ്രാർത്ഥിക്കും. അലയിൽ നിന്ന് എൽസി, ലിസി, അതേ ലിസി, സോണി, ലിജി എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കും. അയർലൻഡിൽ നിന്ന് സോണയെ ഓർത്ത് പ്രാർത്ഥിക്കും. ഡോഹയിൽ നിന്ന് ഷിബി ഓർത്ത് പ്രാർത്ഥിക്കും, ജിത്തി ഓർത്ത് പ്രാർത്ഥിക്കും, ഡിൽജി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. UK നിന്ന് ആലലി കർത്താവ്, അഞ്ജലി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആനി ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഞ്ജലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാൻസി ഒറീസിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അബുദാബിയിൽ നിന്ന് ജേമി ഓർക്കണമേ കർത്താവ്, നീ പ്രവർത്തിക്കണമേ, നിൻ്റെ നാമം മോദപ്പെടാൻ സഹായിക്കണം. അതോടൊപ്പം പ്രിൻസി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഫുജറായിൽ നിന്ന് വത്സയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റീന ജേക്കബിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആലലി കർത്താവ്, നീ അവരെ ഓർക്കണമേ, അവർക്ക് നീ കാവലായിരിക്കണമേ. ഡോക്ടർ ജയിക്കാട്ട് ഇതിനെ സ്തുതിക്കുന്നു, നീ സൂക്ഷിക്കുന്ന കൃപക്കായിട്ട് സ്തോത്രം. ഡോക്ടർ സുശീലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആലലി കർത്താവ്, ഡോക്ടർ റബേക്ക ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ റീന ന്യൂയോർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഡോക്ടർ റിനി മേരി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മാത്യു തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ലിനോണിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലയിൽ നിന്ന് ഡോക്ടർ എലിസബത്തിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങനെ കർത്താവെ, ഈ മക്കൾക്ക് കാവലായി ഒരു വിധത്തിലുള്ള പകർച്ചവ്യാധി അവർ പകരുവാനിടയാതെ അവരെയും അവരുടെ കുടുംബങ്ങളെയും നിൻ്റെ രക്തക്കോട്ടയിൽ മുദ്രയിട്ട് പരിപാലിച്ച് അങ്ങ് അഗ്നിമതിലായി അവരെ സൂക്ഷിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുപര്യന്തം കർത്താവരെ ഈ നാൾ വരെയും അവരെ സൂക്ഷിച്ച എല്ലാവിധമായിട്ടുള്ള അവിടുത്തെ കൃപകൾക്കും കരുണകൾക്കുമായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ദിവസങ്ങളിൽ കർത്താവ് രോഗം അനേകായിരങ്ങളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് അങ്ങ് സൂക്ഷിക്കുകയും കർത്താവെ വിടുവിക്കുകയും ചെയ്യണമേ. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ഈ രോഗനിമിത്തം വേർപാടിൽ കർത്താവ് കടന്നുപോയിരിക്കുന്ന മക്കളെ നിമിത്തം ദുഃഖിക്കുന്നവരെ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. നീ ആശ്വാസവും പ്രത്യാശയും നൽകണമെന്ന് കർത്താവെ. അനേകായിരങ്ങൾക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ആഗ്രഹമുണ്ട്, സാധിക്കാതെ അവർ ഏറ്റവും വലിയ പ്രയാസത്തിലായിരിക്കുന്നു. നീ അവർക്ക് എത്രയും വേഗം വരുവാനുള്ള സാവകാശം ഒരുക്കണമെന്ന് പ്രത്യേകം നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അനേകരുണ്ട് കർത്താവെ, നീ അവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകണമേ. ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നവരുണ്ട് കർത്താവെ, ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭീതിയിലായിരിക്കുന്നവരുണ്ട്.
കർത്താവെ നീ തന്നെ അവരെ വിടുവിക്കുകയും നീ തന്നെ അവരെ രക്ഷിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല കർത്താവെ, ശമ്പളം വെട്ടിക്കുറച്ചിരിക്കുന്ന അവസ്ഥകളുണ്ട്. അവിടെയൊക്കെ നീതിയും ന്യായവും നടത്തപ്പെടുവാൻ തക്കവണ്ണം യഹോവ തന്നെ ഇടപെടണമെന്ന് അങ്ങയുടെ സ്നേഹത്തോടെ ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, ഈ COVID-19 കെടുതി മൂലം നാനാ തലങ്ങളിൽ കഷ്ടവും നഷ്ടവും വേദനയും യാതനയും അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയം ഞങ്ങൾ അങ്ങയുടെ ഓമനക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആശ്വാസവും പ്രത്യാശയും കർത്താവ് അങ്ങ് മാത്രമാണ്. അങ്ങ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ആരാധന മുടക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങളെ തകർത്ത് പരിശുദ്ധാത്മ നിറവിൽ കർത്താവെ ഞങ്ങൾക്ക് അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്തുതിക്കുവാനും തക്കവണ്ണം ഹല്ലേലൂയ കർത്താവ് പുതിയ ചിന്തകൾ തന്ന് വലിയ ഒരു കർത്താവെ ഉണർവുണ്ടാകുവാൻ തക്കവണ്ണം ഇത് മുഖാന്തരമായി തീരണമേ. പരിശുദ്ധാത്മ നിറവിൽ പുതിയ ശക്തി പ്രാപിച്ചുകൊണ്ട് ഈ കോവിഡ് ക്രൈസിസിനെ കീഴടക്കി മുന്നോട്ട് പോകുവാനും അവിടുത്തെ സാക്ഷികളായിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടിയിട്ട് പ്രവർത്തിപ്പാനും തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മൾ വരച്ച എല്ലാ വിഷയങ്ങളോടും കൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബ്രദർ ജോസ് പി ജോസഫ്, നിഷ, കെവിൻ ആൻഡ് കിരൺ, ടൊറന്റോ.